ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ബാരിസ് പ്രിസൺ ആട്ടോ. അതെ, അതാണ് നമ്മുടെ ബാരിക്കുട്ടൻ. ഇപ്പോൾ നമുക്കിത് എസ്കേപ്പ് ചെയ്യാം ഗൈസ്. ഇവിടെ തന്നെ ഒരു ടോയ്ലറ്റെല്ലാം വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊരു ഗോൾഡ് ബാറും ഉണ്ട്. പക്ഷേ അപ്പോൾ നല്ല ക്ലീൻ ടോയ്ലറ്റാണ്. അത് ഇവിടെ ഒരു ചെടി ഉണ്ട്. ഇത് ആരുടെ ചെടിയാണെന്ന് അറിഞ്ഞൂടാ. എന്നാൽ നമുക്ക് എന്തായാലും എസ്കേപ്പ് ചെയ്യാം ഗൈസ്. ഒരു TV ഉണ്ട്. നല്ല സെറ്റപ്പാണ് ജയിലാണ്. അപ്പോൾ നമുക്ക് ഇതുവഴി ഇങ്ങനെ എസ്കേപ്പ് ആയി ഒരു വെൻറ്റ് കാണാം. എന്നിട്ട് ആ വെൻറ്റിൽ കൂടെ കയറി പോവാം. കുറേ കോയിൻസ് ഉണ്ട്. ആ കോയിൻസ് എല്ലാം കളക്ട് ചെയ്യണം നമ്മൾ. ബാരി റിച്ച് ആയതുകൊണ്ട് നമുക്ക് കോയിൻസ് ഫ്രീ ആയിട്ട് തന്നേക്കാം. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഒരു പാർക്കോഡ് വന്നിട്ടുണ്ട്. നമുക്കിത് ചാടി കിടക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെയായാലും ചാടി കിടന്നു ഗൈസ്. ഭയങ്കര സെറ്റപ്പായിട്ടുള്ള ജയിലാണ് ഗൈസ്. അടിയിൽ കുറേ സ്പൈൻസും നോക്കി ഫാൻ എല്ലാം ഉണ്ട്. പക്ഷെ ഇതൊന്നും കറങ്ങില്ല. വെറുതെ ഒരു ഷോയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാണ് തോന്നുന്നത്. പിന്നെ കുറേ കഴിച്ചിട്ട് ഗൈസ് ഈ ഒരു ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ കണ്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പാർക്കോഡും കംപ്ലീറ്റ് ചെയ്യാം ഗൈസ്. ഇതെല്ലാം അടിപൊളി സെറ്റപ്പാട്ടോ ജയിൽ. ബാരിയുടെ ജയിലാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ബാരിക്കൂട്ടൻ്റെ അതിന് എസ്കേപ്പ് പോകും. എങ്ങനെയായാലും എസ്കേപ്പ് ചെയ്യണം. അതാണ് നമ്മുടെ ടാസ്ക്. അപ്പോൾ നമുക്ക് ഈ സാധനം വെച്ച് അടിച്ച് ഈ സാധനം വെച്ചാലേ നമ്മൾ ബാരിനെ അടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പോവാം ഗൈസ്. ഇവിടെ ബാരി നമ്മളെ പിടിക്കാൻ വരും. അതിനുള്ളിൽ നമ്മൾ എസ്കേപ്പ് ചെയ്യണം. അപ്പോൾ ഗൈസ് ഈ സാധനം വെച്ച് ബാരിനെ അടിക്കാൻ പറ്റില്ല. പക്ഷെ പ്ലേസിനെ അടിച്ച് ഇന്ന് കാശ് എടുക്കാൻ പറ്റും. എന്തായാലും നമ്മളിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യണില്ല. നമുക്ക് ബാരിയാണ് എനിമി. അപ്പോൾ ബാരിയുടെ എസ്കേപ്പ് ചെയ്യണം. യെസ്. അപ്പോൾ നമ്മൾ ബാരിനെ അവിടെ ആക്കി നമ്മൾ എസ്കേപ്പ് ആയിട്ടുണ്ട് ഗൈസ്. ബാരി ചാടിയ ചാട്ടം കണ്ടു. അയ്യോ ഗൈസ് ഫൈറ്റ് ആവും ഗൈസ്. അവൻ അത് തന്നെ വേണം. അവൻ എന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നതല്ലേ ഗൈസ്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ജമ്പ് ചെയ്താം. പെർഫെക്റ്റ് ജമ്പായിരുന്നു. ഇനി നമുക്ക് എസ്കേപ്പ് ചെയ്യാം. സോ ഇവിടെ ഈ വെൻ്റ് തുറന്ന് കിടന്നുണ്ട്. അപ്പോൾ നമുക്ക് താഴത്തേക്ക് ചാടാം ഗൈസ്. നമ്മളപ്പോൾ അങ്ങനെ ബാത്റൂമിലെത്തി. അങ്ങനെയാണെങ്കിൽ പിന്നെ വാഷ്റൂം പോകണമെന്ന് പറഞ്ഞാൽ എസ്കേപ്പ് ആവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഓരോ വാഷ്റൂമിൽ കയറി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതാണ് എസ്കേപ്പ് ചെയ്യുന്ന സ്ഥലം. പക്ഷെ നമുക്ക് ബാത്റൂം റിവ്യൂ കൊടുക്കണ്ടേ. മൈ ഗോഡ് ഗൈസ്. അപ്പോൾ ഈ ഒരു ബാത്റൂമിന് ഞാൻ 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കില്ല. ഫ്ലഷ് ചെയ്യാനുള്ള ഇതൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു 3 സ്റ്റാർ അല്ല 1 സ്റ്റാർ ഇട്ട് കഴിഞ്ഞാൽ ഫ്ലഷ് ചെയ്യാനൊന്നും പറ്റില്ല. ഇത് നമുക്ക് 0 സ്റ്റാർ ഗൈസ്. ഇത് എസ്കേപ്പ് ചെയ്യാനുള്ള വേയ ഗൈസ്. ഇത് 1 സ്റ്റാർ ഗൈസ്. 1 സ്റ്റാറെങ്കിലും കിടക്കട്ടെ. അപ്പോൾ നമുക്ക് മണ്ണ് കുടിച്ച് എസ്കേപ്പ് ചെയ്യാം ഗൈസ്. നമ്മൾ ഫാസ്റ്റ് ടിക്കർ ആട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരു മാഗ്മ ഉണ്ട്. മാഗ്മ ചാടി കിടക്കണം. അപ്പോൾ മാഗ്മ ഇതുവഴി ഇങ്ങനെ ചാടി സിമ്പിളായിട്ട് കിടക്കാം. അപ്പോൾ ഇവിടെ ഒരു അപ്പൂപ്പന്മാരുടെ കാലത്തുള്ള പാലം അല്ലാണ്ട് ബാരിയുടെ മുത്തശ്ശൻ പണിഞ്ഞിട്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇവിടെ ഒരു തലയോട്ടിയുടെ രൂപമുണ്ട്. അപ്പോൾ നമുക്ക് തലയോട്ടിയുടെ മുകളിലേക്ക് കയറാൻ പറ്റുമോ? ഇല്ല ഗൈസ്. അയ്യോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നേരെ പോകുന്നത് ഗൈസ്. അപ്പൂപ്പന്മാരുടെ കാലത്തുള്ള സെറ്റപ്പാണിത്. ബാരിയുടെ അപ്പൂപ്പൻ പണിഞ്ഞ് വെച്ചതാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അപ്പോൾ നമുക്ക് ചാവാണ്ട് സ്കിപ്പ് പോകും ഗൈസ്. ഇവിടെ ബോള് ഗൈസ്. ഇത് നമ്മൾ പപ്പടമാക്കാനുള്ള പരിപാടി. അത് കഴിഞ്ഞാൽ നമ്മൾ ബാരി കഴിക്കുന്ന തോന്നുന്നത്. പക്ഷെ ആ ബോളെന്താ വരാത്തെ കണ്ടോ? അതെങ്ങനെ? ചിലപ്പോൾ നമ്മൾ ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ബോളുമ്മ തൊടാണ്ട് പോകണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. നീ കണ്ടോ ആ ബോള് ഗൈസ്. ഇതിൻ്റെ അടിയിൽപ്പെട്ട നമ്മുടെ അവസ്ഥ പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ ഗൈസ് പിന്നെ ബോൾ വന്നിട്ട് അങ്ങനെ പോകാൻ പറ്റുമോ? ഇല്ല ഞാൻ ഗൈസ് നമ്മൾ കുറച്ച് സാഹസികമായ നിമിഷങ്ങളിലൂടെ കടന്നു ഗൈസ്. ഇവനല്ലേ നമ്മുടെ കാശ് വിട്ടിട്ട് നീ അങ്ങനെ ഒന്ന് എസ്കേപ്പ് ഉണ്ടടാ ഗൈസ്. അവൻ്റെ കാര്യം പോക്കായി. ഗൈസ് ഈ സൈഡിൽ കൂടെ പോയാൽ ഒന്നും പറ്റുമോ ഗൈസ്? അവൻ്റെ കാര്യം ഞാൻ തീർക്കും ഗൈസ്. അവൻ ഇപ്പോഴും ഡെഡായില്ല. അതങ്ങനെ അവന് വല്ല സൂപ്പർ പവർ ഉണ്ടെന്നാ തോന്നുന്നത്. നമുക്കിപ്പോൾ സൂപ്പർ പവർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഗൈസ്. ഇവിടെ എല്ലാം കള്ള് കിടപ്പുണ്ട്. മൈ ഗോഡ് ഗൈസ്. അപ്പോൾ ബാരി ആളത്ര ശരിയല്ല. ഈ ബാരിനെ കാണാൻ ശരിക്കും രസമുണ്ട് കേട്ടോ, ആ പോലീസ് ബാരിനേക്കാളും ഗൈസ്. അപ്പോൾ നമുക്കത് തിരിച്ചിട്ട് ബാരി വാ ഗൈസ്. ഈ ബാരിനെ ഇച്ചിരി കൂടി രസമുണ്ട്. എന്തായാലും നമുക്കിത് ആ ഡോറ് ഓപ്പണായി. ഇനി അതുവഴി സ്കിപ്പ് ചെയ്യാം. കമോൺ ബാരി ഗൈസ്. അപ്പോൾ ബാരി നമ്മുടെ പിറകെ വന്നു ഗൈസ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് വഴി അപ്പൂപ്പന്മാരുടെ കാലത്തുള്ള സ്റ്റെപ്പ് വഴി ചാടി കിടക്കണം നമ്മൾ. അപ്പോൾ ബാരിക്കുട്ടനെ നമ്മൾ എന്ത് ചെയ്താലും പിടിക്കാൻ നമ്മൾ കൈവിട്ട് കൊടുക്കരുത് ബാരിക്ക്. നമ്മൾ ഇവനല്ലേ എൻ്റെ കാശ് കൊട്ടെടുത്തേ. അയ്യോ അവൻ പോയി ഗൈസ്. നമുക്ക് അവൻ ഭയങ്കര ക്രൂവലായിരുന്നു എൻ്റെ കയ്യിൽ നിന്ന്.
ഗൈസ് നമ്മളവനെ എങ്ങനെയായാലും ഇങ്ങനെ അടിയും ഗൈസ്. വരട്ടെ അവൻ. യെസ് ഗൈസ് അവൻ വന്നു. ആൾ മാറിപ്പോയി. ജിക്കർ. ആഹാ കണ്ടോ ഗൈസ്, നമ്മൾ അവനെ ഒരു വിധമാക്കിയിട്ടുണ്ട്. ഓ ഗൈസ് അവൻ അറ്റാക്ക് ചെയ്തു. നമുക്ക് ഇനി ഇവനെ ഇത് ഗൈസ് അറ്റാക്കാണ് ഗൈസ്. ഇവിടെ നമ്മളൊരു യുദ്ധത്തിലകപ്പെട്ടിരിക്കുന്നു. World War III ഗൈസ്. നമ്മളെങ്ങനെയായാലും അവൻ്റെ നിന്ന് കാശ് എടുത്തേ തീരും ഇവൻ ഗൈസ്. അപ്പം നമുക്ക് ഇത് കുടിച്ചിട്ട് സ്കിപ്പ് ചെയ്യാം. ഇപ്പം എന്തായാലും ഫൈറ്റ് ചെയ്യണ്ട നമുക്ക് ഗൈസ്. ഇത് ഫുട്ബോൾ ആയിട്ട് കളിക്കാം നമുക്ക്. ഗോൾ അങ്ങനെ മെസ്സി ഗൈസ്. അപ്പം നമ്മൾ അങ്ങനെ മെസ്സി ആയിട്ട് ഗൈസ് കണ്ടോ ഗൈസ്. അങ്ങനെ മെസ്സി ഗൈസ്. ഇനിയിപ്പോൾ നമുക്കത് കുടിക്കാം ഗൈസ്. ഇനി അവനെ നമുക്ക് പിടിച്ച് വെറുതെ വിടാൻ പറ്റില്ല ഗൈസ്. അവൻ എൻ്റെ കയ്യിൽ നിന്ന് കാശെടുക്കാൻ നോക്കിയവനാണ് ഗൈസ്. ഞാനല്ല തുടങ്ങി വെച്ചത് അവനാണ്. അപ്പോൾ നമുക്കിത് ഇവിടെ ഇതുപോലത്തെ ഈ വഴിയുണ്ട്, ഇത് എസ്കേപ്പ് ചെയ്യണം. ഓ ഗൈസ് അപ്പോൾ നമുക്കിതുപോലെ ചാടി അങ്ങോട്ട് അടുത്ത് ചാടി പിന്നെ ഈ യെല്ലോ ലൈനിൽ വെച്ച് ചാടണം, എന്നാൽ പെർഫെക്റ്റ് ആയിരിക്കും ഗൈസ്. ഇവനല്ലേ അത്? ഓ ഗൈസ് ആഹാ ഗൈസ് ആൾ മാറിപ്പോയോ അല്ലെങ്കിൽ ഗ്ലിച്ചാണത് ഗൈസ്? സോറി. അപ്പോൾ നമ്മൾ ഇവിടത്തെ ഇനിയും അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ചാടി കടന്ന വോയിസ് ഒന്നും പറ്റില്ല. അപ്പോൾ ഗൈസ് ഞാൻ ഇവിടെ വെച്ച് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനിയും നമുക്ക് പിന്നെ അടുത്ത പാർട്ട് 2ക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ബൈ. അയ്യോ ഗൈസ്, ഞാൻ വെറുതെ ചാടി.